ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഷൊർണൂർ നഗരസഭയിൽ അമൃത് സിറ്റി വികസന പദ്ധതിയുടെ ഭാഗമായുള്ള ഡ്രോൺ സർവേ ആരംഭിച്ചു. വ്യാഴാഴ്ച കണയത്തു നിന്നുമാണ് ഡ്രോൺ സർവേ ആരംഭിച്ചത്. ഡ്രോൺ കണ്ട് ആശങ്കപ്പെടേണ്ടെന്നും നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ് അറിയിച്ചു. GIS അധിഷ്ഠിത ഡാറ്റ തയ്യാറാക്കി അമൃത് സിറ്റി പദ്ധതിയിലൂടെ വികസനം നടപ്പാക്കാനാണ് സർവേ ലക്ഷ്യമിടുന്നത്. ഒരു ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള പാലക്കാട് നഗരസഭ ഒന്നാം ഘട്ടത്തിൽ 200 കോടിയുടെ പദ്ധതി നടപ്പാക്കിയിരുന്നു. അതിനുശേഷമാണ് 50,000 ജനസംഖ്യയുള്ള നഗരസഭകൾക്ക് അമൃത് സിറ്റി പദ്ധതി നടപ്പാക്കുന്നത്. ഇതിൽ ഡ്രോൺ സർവേ വഴി നഗരസഭയിലെ വീടുകളുടെ എണ്ണം, സ്ഥാപനങ്ങളുടെ എണ്ണം, വിസ്തീർണം, റോഡുകളുടെയും കൃഷിസ്ഥലങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കും. അതിനുശേഷമാണ് ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കുക. നഗരസഭയുടെ അതിർത്തി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും കോടികളുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്ന് നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ് പറഞ്ഞു. സമീപ പഞ്ചായത്തുകളിലും നഗരസഭയിലുമായി 93 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് സർവേ നടത്തുക എന്ന് സെക്രട്ടറി അറിയിച്ചു. നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നഗരസഭയുടെ ഓരോ പ്രദേശത്തുമുള്ള കെട്ടിടങ്ങൾ, അവയുടെ വലുപ്പം, അവയുടെ വിസ്തീർണം, അത് നമ്പറുള്ളതാണ്, നമ്പറില്ലാത്തതാണ്, റോഡുകൾ, അതുപോലെ പാലങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു നഗരത്തിൻ്റെ എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളുമാണ് ഡ്രോൺ സർവേയിലൂടെ എടുക്കാൻ വേണ്ടി പോകും. സർവേ നടത്തുന്നത് ഡൽഹിക്കാരായിട്ടുള്ള കമ്പനിക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ സർവേ നടത്താൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങളും സഹകരണങ്ങളും നാട്ടിലെ ജനങ്ങളും ജനപ്രതിനിധികളും നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുമ്പോഴാണ് അവർക്കത് പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കും. എല്ലാ ഡാറ്റാസും അതിനകത്ത് വരണമെങ്കിൽ നഗരസഭാ കൗൺസിലർമാരുടെ ഒരു നല്ല ഇടപെടൽ ഉണ്ടാവണം. ഉപാധ്യക്ഷ P. സിന്ധു അധ്യക്ഷയായി. EP നന്ദകുമാർ, P. പ്രസാദ്, PS രാജേഷ് എന്നിവർ സംസാരിച്ചു. ഇപ്പോഴാണെങ്കിൽ റോയൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഹണിമൂൺ വിദേശത്ത് ആഘോഷിക്കാൻ അവസരമുണ്ട്. കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങളും. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. ഡിസംബർ 30 നറുക്കെടുപ്പ്. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.